പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി, മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ ഒരു വലിയ തിരുവചനം നമുക്ക് കർത്താവ് നൽകുകയാണ്. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി, മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. ഈ ഭൂമിയിലെ അധർമ്മികളായ മനുഷ്യരെക്കുറിച്ച് അനേകം ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്. അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അതാണ് എല്ലാവരുടെയും വിഷമം. പല ആളുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ദുഷ്ടതയും വഞ്ചനയും പ്രവർത്തിക്കുന്നവർക്ക് ഒരു കുഴപ്പവും ഈ ഭൂമിയിലില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചും വായിച്ചും കഴിയുന്ന ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും. അതെന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ഇതങ്ങോട്ട് മനസ്സിലാകാറില്ല. ഇവിടെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മിത്രമാണെന്ന് അവർ ധരിച്ച് ഈ വാക്കിലും പ്രവൃത്തിയിലും അവരൊരു കൂട്ടുകാരനെ പോലെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഏത് വാക്കും പ്രവൃത്തി? എന്ത് സൈസ് വാക്കാണ്? അധർമ്മിയുടെ വാക്ക്. അധർമ്മിയുടെ വാക്കിന്റെ പ്രത്യേകത എന്താണ്? നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളെ അവൻ പറയൂ, അവൻ പ്രവർത്തിക്കൂ. കണ്ടോ, വാക്കുകൊണ്ട് പ്രവൃത്തിയോ. അപ്പൊ രണ്ട് ടൈപ്പ് കാര്യങ്ങളാണ് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്താണ്? ഒന്ന്, നീതിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുക. രണ്ട്, നീതിക്ക് നിരക്കാത്ത വാക്കുകൾ പറയുക. ഇനി അങ്ങനെയുള്ളവരെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം 21:7 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. 21:7. ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിന്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല. അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തി എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു. അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു. അവർ വീണയും തമ്പുരുവും മീട്ടി പാടുകയും കുഴൽ നാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു. സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. പ്രിയമുള്ളവരെ, ദുഷ്ടന്മാരുടെ ഒരു അധർമ്മികളുടെ പ്രത്യേകത വാക്കും പ്രവൃത്തിയും വഴി അവരെന്ത് ചെയ്യും? ഓരോ ദിവസവും മരണത്തെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും. എന്നാൽ അവർക്ക് ഭൂമിയിൽ വലിയ പ്രശ്നമൊന്നും കാണുകയില്ല. അവസാനം എന്ത് ചെയ്യും? അവർ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ദിനങ്ങളുണ്ടാവും. അവസാനം എന്ത് പറ്റും? സമാധാനത്തോടെ പാതാളത്തിൽ ചെന്ന് മതി. അതുകൊണ്ട് അനേകം ആളുകളുടെ ജീവിതത്തിന്റെ ഒരു ഉത്തരമാണ് സത്യത്തിൽ ഇയ്യോബിന്റെ പുസ്തകം. ഇതിനെക്കുറിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജ്ഞാനം 2:1 മുതലുള്ള വചനം. അങ്ങനെയുള്ള മനുഷ്യരെന്ത് ചെയ്യും? അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി വാക്കും പ്രവൃത്തിയും വഴി മറ്റുള്ളവരെ വിധിക്കുക, പഴിക്കുക, അവരെ പരിഹസിക്കുക, അവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുക, അതോടൊപ്പം അവരോട് അധർമ്മം പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, അനീതിയായിട്ട് പലതും ചെയ്യുന്ന പല ആളുകളെയും പ്രിയമുള്ളവരെ നമ്മൾ വേറെ പുറത്തെങ്ങും തപ്പേണ്ട ആവശ്യമില്ല. നമ്മുടെ സഭയിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനത്തെ പാർട്ടികളെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഓർത്തിരിക്കരുത്. ഇത് നമ്മുടെ സഭയിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് കാണാൻ എളുപ്പമുള്ളൊരു സാധനമാണിത്. അധർമ്മികൾ അവരെന്ത് ചെയ്യുന്നു? വാക്കും പ്രവൃത്തിയും വഴി ഇതാ മരണത്തെ ക്ഷണിച്ചു വരുന്നു. എന്നിട്ട് അവർ മിഥ്യാസങ്കല്പം അവരുടെ തലയ്ക്കകത്തോട്ട് കയറും. പിശാച് കൊടുക്കുന്ന ഒരു സങ്കല്പമാണ്, അത് ഒരു മിഥ്യയാണ്. അത് തലയ്ക്കകത്തോട്ട് കയറും. എന്താണ്? ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ്.
മരണത്തിന് പ്രതിവിധി. ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് ചെറുതാണ്. അതുകൊണ്ട് മരണത്തിന് പ്രത്യേകിച്ച് പ്രതിവിധി ഒന്നും ഇല്ല. ഈ അടുത്ത കാലത്തൊരു മനുഷ്യൻ വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ഞാൻ താമസിയാതെ മരിക്കും, അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ കള്ളും കുടിച്ച് ജീവിക്കാം. എന്തായാലും താമസിയാതെ ചത്തുപോകും, ലിവർ സിറോസിസ് വന്ന്. അതിനു മുമ്പ് കിട്ടുന്ന സമയം മുഴുവൻ കള്ളും കുടിച്ച് സുഖിച്ച് ജീവിക്കാം. മിഥ്യാസങ്കല്പം, തലയ്ക്കകത്ത് കയറുന്ന മിഥ്യാസങ്കല്പമാണ്. ഈ വായിക്കാം. പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ഏതെങ്കിലും അച്ചായന്മാര് എഴുന്നേറ്റ് വന്നിട്ട് എടാ സ്വർഗമുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന് മണ്ടാട്ടുപള്ളിയുടെ കബറിങ്ക് ഒരാൾ എഴുന്നേറ്റ്, എടാ ചാക്കോ നീ ഉദ്യോഗത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്, നീ മര്യാദയ്ക്ക് ജീവിച്ചോണം, ഇതാ ഇങ്ങനൊരു ജീവിതമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്കൊരു ബലം. ഇങ്ങനെയൊന്നും ജീവിതമൊന്നും ഇല്ല. ആരുടെ ചിന്തയത്? ആരുടെ ചിന്തയാ? അധർമ്മിയുടെ. ചിലർ വേദപുസ്തകം വായിക്കുമ്പോൾ കുറച്ച് ഭാഗമേ വായിക്കത്തുള്ളൂ, ഇത്രയും ഭാഗം വായിക്കും. മരണത്തിൽ നിന്ന് പ്രതിവിധി ഇല്ല, ഇനിയൊരു ജീവിതം ഇല്ല. ബാക്കി വായിച്ചേ. നമ്മുടെ ജനനം യാദൃശ്ചികമാണ്. ഇതൊരു യാദൃശ്ചിക സംഭവമാണ്. നമ്മളിങ്ങനെ ഉണ്ടായിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞു പോകും. ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നമ്മളൊക്കെ എന്ത് ചെയ്യും? മറഞ്ഞു പോകും. പിന്നെ നാസികയിലെ ശ്വാസം പുകയാണ്. കണ്ടോ, ഈ ശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു പുക മാത്രമാണ്. നമ്മൾ ഷൂ ഒന്ന് വിട്ട് കഴിയുമ്പോൾ അതങ്ങയിലേങ്ങ് പോകും. അതോടുകൂടി നമ്മൾ മരിക്കും. നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ചത്തപ്പം നമ്മൾ കണ്ടല്ലേ, അകത്തോട്ട് വലിച്ചു പുറത്തോട്ട് വലിച്ചു, തീർന്നു. കാറ്റ് തീർന്നു. ഒരു വണ്ടി ഇടിച്ചു, 5 മിനിറ്റ് കഴിഞ്ഞ് താഴെ കിടക്കുന്നു, ഷൂ നിന്ന് വെച്ചു, ആള് തട്ടി പോയി. അപ്പൊ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമുള്ളൂ, ഇതിനകത്ത് വലിയ കഥയുള്ള കേസല്ല, തീർന്നു പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. കണ്ടോ, നമ്മുടെ ഈ ചിന്ത എന്നൊക്കെ പറഞ്ഞ ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന ഒരു തീപ്പൊരി മാത്രമാണ്. കുറച്ചേരം കഴിയുമ്പോൾ ഒന്നീ കെട്ടുപോകും, അല്ലെ കത്തി ചാമ്പലാവും. പിന്നെ അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി, ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞില്ലാതാകും. ഈ വായുവിൽ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യും? ഇല്ലാതായി പോവുകയും ചെയ്യും. പിന്നെ ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും. പിന്നെ ഒരുത്തരും നമ്മളെ ഓർക്കത്തുമില്ല. പിന്നെ നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല. നമ്മള് എന്തെല്ലാം ദുഷ്ടത ചെയ്തെന്ന് പറഞ്ഞാലും, പ്രിയമുള്ളവര്, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഇവന് 4 പെണ്ണ് കെട്ടിയതാണെന്ന് ആരെങ്കിലും പറയുമോ? മെത്രാച്ചനെ വിളിച്ചാലും പറയുക, അച്ഛനെ വിളിച്ചാലും പറയുക. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആദ്യം ഒരു ശവടക്കം നടത്തിയ കാര്യം. പ്രിയമുള്ളവര്, ഞാൻ ആദ്യമായിട്ടൊരു പള്ളിയിൽ ചാർജ് എടുത്തു. പള്ളിയിൽ ചാർജ് എടുത്ത കാലത്ത് ഒരു മനുഷ്യൻ, പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് പള്ളി വന്നതാണ്. ഞാൻ ആദ്യം കുർബാനയില്ലുമ്പോഴാണ് പുള്ളി ആദ്യമായിട്ട് പള്ളി വരുന്നത്. എന്തായാലും ആദ്യം പള്ളി വന്ന് പുള്ളി പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഒരാൾ എന്നോട് വന്നു, നമ്മുടെ ഇടവകയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. കാരണം ശവടക്ക് നടത്താൻ കിട്ടുന്ന ആദ്യത്തെ അവസരമാണ്. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആ വീട് വരെ ഒന്ന് പോകാം. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടൊരു കൊച്ചച്ഛൻ എന്ന നിലയിൽ ഒരു വീട്ടിൽ ശവടക്കിന് ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ തലയുടെ അവിടെ പോയെന്ന് വേണമല്ലോ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ തലയുടെ കിഴക്കോട്ട് തിരിഞ്ഞ് വേണമല്ലോ പ്രാർത്ഥിക്കാൻ. കിഴക്കോട്ട് തിരിഞ്ഞ് തലയുടെ അവിടെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ ശവം എന്നെ നോക്കി കിടക്കുന്നു. സത്യത്തിൽ പ്രിയമുള്ളവരെ, കിഴക്കോട്ട് നോക്കിയാണ് ശവവും കിടക്കേണ്ടത്. എനിക്കൊരു കൺഫ്യൂഷൻ. ചേട്ടാ, ഞാൻ ഇനി തിരിഞ്ഞു നിൽക്കണോ അതോ ശവത്തെ തിരിച്ചു വെക്കണോ? ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആദ്യം ഒരു പിടുത്തവും കിട്ടിയില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? എവിടെയാണ് നിൽക്കണം? അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണം? അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണം? ആദ്യം കൊച്ചച്ഛനല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കേട്ട് അറ്റൻഡ് ചെയ്യുന്നത്. കുറെ നേരം ഞാനിന്ന് ആലോചിച്ചു. അപ്പോഴാണ് എന്റെ തലയ്ക്കകത്ത് വന്നത്, ഇതാ ഒരു ശവം വെക്കുമ്പോൾ തല പടിഞ്ഞാറ് വശത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കണം. അപ്പൊ ഞാനിവരോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ ശവം ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? അന്നേരം ചോദിച്ചു, പിന്നെ എങ്ങനെയാ കിടത്തേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെടുത്ത് പിടിച്ച് തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു. പ്രിയമുള്ളവർ, ഒരാളല്ല, ഒരു വലിയ സമൂഹം തന്നെയുണ്ട് തിരിക്കാനായിട്ട്. അങ്ങനെ തിരിച്ചു കിടത്തി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന ശേഷം, പ്രിയമുള്ളവരെ, ഇതാ 3-ാം ദിവസം കുർബാന. സാധാരണ പള്ളിയിൽ ആകെപ്പാടെ 30 ഇടവക്കാരേ ഉള്ളൂ. ഇത് പള്ളിക്കകത്ത് നിറച്ചു ആള്. ഞാനന്നേരം ഓർത്തു, വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ, അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും ആളുകൾ കൂടുന്നത്. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞും പറഞ്ഞു,
സാധാരണ ഇടക്കുർബാനയ്ക്കൊന്നും വരികയില്ലാത്ത പോലെ ആള് തിങ്ങി നിറഞ്ഞിരിക്കുന്നല്ലോ. അന്നേരം പറഞ്ഞു, ആ പുള്ളിക്ക് ഒരു 5-8 ഭാര്യ ഉണ്ടായിരുന്നു, അതിന്റെ പിള്ളേരാണ് ഇതെല്ലാം. ഓരോ കെട്ടിലും 3-4 വെച്ചുണ്ട്. അതുങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുക. എന്ന് മാത്രം ഒരു എക്യുമെനിക്കലായിട്ടാണ്. എല്ലാ സഭയിൽ നിന്നും ആളുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്നുണ്ട്, യാക്കോബായ സഭയിൽ നിന്നുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ നിന്നുണ്ട്. മൊത്തം സഭകളിൽ നിന്നും എക്യുമെനിക്കലായിട്ട് ആളുകളുണ്ട്. കണ്ടോ? അപ്പോ ഇതെന്താ അധർമ്മമാണ്. ഈ തിന്മകളെല്ലാം ചെയ്തു കൂട്ടി. അപ്പോ ഇതെല്ലാം എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ എന്താ പ്രസംഗിക്കുന്നത്? ഇയാൾ നരകത്തിൽ പോകുമെന്ന് പ്രസംഗിക്കാൻ പറ്റുമോ, സ്വർഗത്തിൽ പോകുമെന്ന് പറയാം? ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ സാധാരണ വരുമ്പോൾ, സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത്, അവിടെ ചെല്ലുമ്പോൾ അടുത്തിരിക്കുന്ന അച്ഛനെ തോണ്ടും, പ്രസംഗിച്ചോളാൻ പറയും. ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പാർട്ടികളുടെ അടുത്ത് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ അന്നേരത്തിനും വൈദ്യനച്ഛനെ തോണ്ടും, പ്രസംഗിച്ചോണം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ ഈ പല മനുഷ്യരും ഇങ്ങനെയാണ്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആരും ഇതൊന്നും ഓർക്കുകയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇതെന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും പ്രവൃത്തിയും എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 12 33 തൊട്ട് 36 വരെയുള്ള വചനം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ പ്രിയമുള്ളവർ, ഓരോ മനുഷ്യന്റെ പ്രവൃത്തിയും വാക്കുമെല്ലാം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അധർമ്മിയുടെ ചിന്ത എന്താണ്? ഇന്ന് എല്ലാം നമ്മൾ കേട്ടു മറന്നു. നാളെ എന്ത് ചെയ്യും? നമുക്കൊരു നല്ല കാലം വരുമ്പം ആളുകൾ ഇതെല്ലാം മറന്നോളും. ഇങ്ങനൊരു ചിന്ത പലർക്കും ഉണ്ട്. എനിക്കറിയാവുന്നൊരു മനുഷ്യൻ, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിനും, കുടുംബം ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിനെയും വലിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. 10 പൈസയ്ക്ക് വകയില്ലാത്ത കാലം. അന്ന് പുള്ളി പോയൊരു കല്യാണം കഴിച്ചു. പ്രിയമുള്ളവരെ, കണ്ട കാശിന് കൊള്ളുകയില്ലാത്തൊരു പെണ്ണ്, കറുത്ത് മെലിഞ്ഞ് ഇതാ വെറും ചൂട്ടുകറ്റ പോലെ ഇരിക്കുന്നൊരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു. പ്രിയമുള്ളവരെ, ആ പെണ്ണ് കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന അന്ന് മുതൽ ഇവരുടെ സാമ്പത്തിക മേഖലയിൽ ചിന്തിക്കാൻ പറ്റാത്ത വളർച്ചയുണ്ടായി. അങ്ങനെ സാമ്പത്തിക മേഖലയെല്ലാം വളർന്ന് വളർന്ന് വലുതായി നല്ല നിലയിലെത്തി. നല്ല നിലയിൽ എത്തി, വലിയ വീട് വെച്ച്, കാറ് വെച്ച് എല്ലാം ആയി. അപ്പോഴാണ് അവർക്കൊരു ചിന്ത, അയാൾക്കൊരു ചിന്ത വന്നു. എന്താണ്? ഇത്രയും നല്ല വീട്ടിൽ ഇതുപോലത്തെ ഒരു ഭാര്യ എങ്ങനെയാണ് വെച്ച് ഉറപ്പിക്കുന്നത്? അങ്ങനെ പുള്ളിക്കാരൻ ആ ഭാര്യയെ ഉപേക്ഷിച്ചു. അതിനുശേഷം പ്രിയമുള്ളവരെ, നല്ല കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കുറേയേറെ വർഷക്കാലം ഞാൻ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണതെന്നാ. പക്ഷേ മറ്റേത് ഉപേക്ഷിച്ചിട്ട് കിട്ടിയത്. പ്രിയമുള്ളവരെ, ആ സ്ത്രീയുടെ ഏറ്റവും നല്ല പ്രായത്തിൽ, മക്കളൊക്കെ ഉണ്ടായ നല്ല പ്രായത്തിൽ ആ സ്ത്രീ തളർന്നുപോയി. അപ്പൊ ഞാൻ പല പ്രാവശ്യം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ രോഗശാന്തി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരിക്കലും സൗഖ്യം കിട്ടിയിട്ടില്ല. കുറേ കാലം പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ നടത്തുന്ന ധ്യാനങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ കുടുംബം വന്നിട്ടുണ്ട് രോഗസൗഖ്യത്തിനായിട്ട്. ഒരു സൗഖ്യവും ആ വ്യക്തിക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് സങ്കടമുണ്ട്. കാരണം നല്ലൊരു കുടുംബം, നല്ല ഇടപെടിയിൽ, നല്ല പെരുമാറ്റം. ആ സ്ത്രീയാണെങ്കിൽ നല്ല സ്ത്രീയാണ്. പക്ഷേ പ്രിയമുള്ളവർ, രോഗശാന്തി ഉണ്ടായില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അനേകം ധ്യാനം കൂടിയിട്ടും ഒരു സൗഖ്യം ഉണ്ടായില്ല. എൻ്റെ ഒരു പ്രതീക്ഷ, ഏതെങ്കിലും ധ്യാനത്തിൽ ചില വ്യക്തികൾ, നമുക്കറിയാം ഇവിടെ ധ്യാനത്തിനൊക്കെ വന്നിട്ട് ഇതാ പുഷ്പം പോലെ എഴുന്നേറ്റ് പോകുന്ന കാണാൻ സാധിക്കും. വലിയ മാരക രോഗങ്ങൾ പിടിപെട്ട് വന്നിരിക്കുന്ന ആളുകൾ വളരെ ഈസി ആയിട്ട് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് പോകുന്ന കണ്ട് നമ്മൾ മണ്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സൗഖ്യം ഉണ്ടായില്ല. ഈ അടുത്ത കാലത്ത് എനിക്ക് ചില തിരിച്ചറിവുകളുണ്ടായി ഈ കാര്യങ്ങളെക്കുറിച്ച്.
അന്നേരം ഒരാൾ എന്നോട് പറഞ്ഞു, തിരുമേനിക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലേ, ഇതാ പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ പാവപ്പെട്ട എല്ലും തോലും പോലെ ഇരുന്ന സ്ത്രീയുടെ കണ്ണുനീര് അതിങ്ങനെ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ കണ്ണുനീര് ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ഓർത്ത് ആരെങ്കിലും കണ്ണുനീരൊഴുക്കിയാൽ, നമ്മുടെ പാപം മൂലം, നമ്മുടെ തെറ്റുകൾ മൂലം ആരെങ്കിലും കണ്ണുനീരൊഴുക്കിയാൽ അതിന്റെ എല്ലാം പാപഭാരം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, സംശയം വേണ്ട. അപ്പോ അതുകൊണ്ടല്ലേ മരണസമയത്ത് നമ്മൾ പറയുന്നത്, ഓരോ മനുഷ്യനും ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം വാങ്ങിക്കാൻ കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും ഒക്കെ നമ്മളെ പിന്തുടരും. എന്നാൽ അധർമ്മിക്കൊരു തോന്നൽ വരും, ഇതൊന്നും ആരും കാണുകയില്ല, ഇതൊന്നും ആരും അറിയുകയില്ല എന്നങ്ങനെ ചിന്തിക്കുകയാണ്. വായിച്ചേ. ജീവിതം മേഘശകലം പോലെ മാഞ്ഞു പോകും. സൂര്യകിരണങ്ങൾ ഏറ്റുചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞു പോലെ അത് നശിക്കും. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു. മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല. അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്, ആരും തിരിച്ചു വരികയില്ല. വരുവിൻ, ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം. യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം. മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം. വസന്ത പുഷ്പങ്ങളെയൊന്നും വിട്ടുകളയേണ്ട. വാട് മുൻപേ പനിനീർ മൊട്ടുകൊണ്ട് കിരീടമണിയാം. സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട. ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം. ഇതാണ് നമ്മുടെ ഓഹരി, ഇതാണ് നമ്മുടെ അവകാശം. പ്രിയമുള്ളവർ, എന്താണ് യുവത്വത്തിന് ഉന്മേഷത്തോടെ നമുക്ക് വീഞ്ഞു കുടിക്കാം. പിന്നെന്താണ്, വസന്ത വിശിഷ്ട വസ്തുക്കൾ, ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കാം. എന്നിട്ട് പറയുകയാണ്, യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം. എന്നിട്ട് പറയാം, മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നമുക്ക് അടിക്കാം. പിന്നെ വസന്ത പുഷ്പങ്ങളൊന്നും വിട്ടുകളയട്ടെ. എവിടെ വസന്ത പുഷ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ചാടിക്കേറി വീഴുന്നവർ, സൂര്യനെല്ലി, പിന്നെന്താണ് മറ്റേ നെല്ലി, അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം സുഗന്ധപുഷ്പം ആസ്വദിക്കാൻ പോകുന്ന ഇങ്ങനത്തെ പാർട്ടികളുണ്ട്. രാഷ്ട്രീയക്കാര്, വൈദികര്, പിന്നെ മദ്യ ലോബികള്, ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പലപ്പോഴും പോകുന്നുണ്ട്. നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നമുക്കറിയാം, ധ്യാനം കൂടാൻ വരുമ്പോൾ തിരുവചനങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും വാലെ തീ കത്തിച്ച പോലെ ഓരോരുത്തരും ഇറങ്ങി ഓടുന്ന കാണാം. ഇവിടുന്ന് എന്താണ്, ഇരിക്കാൻ മേല, പാപത്തിന്റെ പൈശാചിക പീഡകൾ കാരണം ഇരിക്കാൻ മേല. എന്നിട്ട് അവരുടെ മക്കളുടെ അവസ്ഥ എന്താ, അതിനേക്കാളും ഗതികേട്. അടുത്ത കാലത്ത് പ്രിയമുള്ളൊരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിന് വ്യാഴാഴ്ച ദിവസം ക്ലാസ് എടുക്കാൻ വന്നിട്ട് പോലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കുന്നില്ല. ഞാൻ ആകെപ്പാടെ വിഷമത്തിലായി. എന്താണ്, എന്ത് സംഭവിച്ചു ഒന്നും മനസ്സിലാകുന്നില്ല. ആരാധനയ്ക്കൊക്കെ വന്നിട്ട് ഒന്നും ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തമ്പുരാന്റെ ആത്മാവ് എടുക്കേണ്ട ക്ലാസ് എല്ലാം മാറ്റിയിട്ട് വേറെ ചില ക്ലാസ്സുകൾ എടുപ്പിച്ചു. അപ്പൊ ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു, മ്ലേച്ഛ വസ്തുക്കൾ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നവൻ ദൂരോട്ട് വലിച്ചെറിഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാന്നൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു. അവനോർത്ത് വേറെ വല്ലവരോടും ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. എനിക്ക് ഇതിനകത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റി ആരുടെ മുഖത്താണ് ഈ തിന്മയുടെ ശക്തി നിൽക്കുന്നത്. അവർക്കെന്താ മേല, വചനം കേൾക്കാൻ മേല, കോൺസെൻട്രേഷൻ ഇല്ല, അവനും ആകെപ്പാടെ അസ്വസ്ഥനായിട്ടിരിക്കുക. കുറച്ചേരം ഞാൻ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ ഈ വചനം തന്നെ ആവർത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥന നിർത്തിയപ്പം ഒരുത്തനിറങ്ങി ഓടി. എന്തിനാന്നറിയോ, കുമ്പസാരിക്കാൻ. അപ്പൊ പ്രിയമുള്ളവരും, അപ്പൊ എന്താണ്, മ്ലേച്ഛ വസ്തുക്കളെല്ലാം പള്ളിക്കകത്ത് എന്ത് ചെയ്യാണ്, പോക്കറ്റിലിട്ട് ബ്ലൂ ഫിലിം പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് കുത്തിക്കൊണ്ട് വന്ന് രാത്രി കാണുക, പകല് ധ്യാനം കൂടുക. കണ്ടോ, ഈ കോമ്പൗണ്ടിലൊക്കെ ഇതുപോലത്തെ വസ്തുക്കൾ കയറ്റിയാൽ തന്നെ നമുക്ക് അന്നേരം അറിയാൻ പറ്റും. അങ്ങനെ പ്രിയമുള്ളവരെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെയാകുന്നത്? മാതാപിതാക്കന്മാരുടെ വഴിവിട്ട ജീവിതം കൊണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരോർക്കുന്ന എന്താണ്, ഒന്നും സംഭവിക്കില്ല. അവനവന്റെ പാപം ഒരാസ്തി പോലെ ഇവിടെ നിക്ഷേപിച്ചു പോകും നമ്മൾ. അതുപോലെ തന്നെ പുണ്യങ്ങൾ, പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യങ്ങൾ നമ്മളിവിടെ നിക്ഷേപിച്ചിട്ട് പോകും. നമുക്ക് നിക്ഷേപമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള തിന്മകൾ ഇനി ബാക്കി വായിച്ച് ഇതൊന്നുമല്ല നമ്മൾ കേൾക്കേണ്ടത്, താഴോട്ട് കേൾക്കാം. നീതിമാനായ ദരിദ്രനെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോകത്ത് ഒരുത്തനും ചോദ്യം ചെയ്യാനില്ലാത്തത് കൊണ്ട് നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം. പിന്നെ വിധവയെ വെറുതെ വിടേണ്ട. ഒറ്റ വിധവയെ വെറുതെ വിടണ്ട. അവളെ കുറിച്ച് മോശം പറയുക, നീതിമാന്മാരെ എന്ത് ചെയ്യാണ്, വെറുതെ ഉപദ്രവിക്കുക, പരദൂഷണം പറയുക, ഫേസ്ബുക്കിനകത്ത് ഓരോന്ന് അടിച്ചു കയറ്റി വിടുക,
ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ അധർമ്മികൾ ചെയ്യുന്ന വാക്കും പ്രവൃത്തിയുമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നറിയോ പ്രിയമുള്ളവരെ? വായിച്ചേ. വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത്. ആ വയസ്സന്മാരെ ഒരുത്തനെ എന്ത് ചെയ്യണ്ട? മാനിക്കണ്ട. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. വായിച്ചേ. കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം. ആ കരുത്താണ്. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാൽ ഒരുത്തരും ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കാനില്ല എന്ന് തോന്നൽ. പിന്നെ ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു. കണ്ടോ? ദുർബലനായിട്ട് ക്ഷമിച്ചേക്കാം, സഹിച്ചേക്കാം, പ്രാർത്ഥിച്ചേക്കാം, പോട്ടെന്ന് വെച്ചേക്കാം. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഓർക്കും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. പലപ്പോഴും നമ്മൾ പലർക്കും പലതും ക്ഷമിച്ചു കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, കരുത്തില്ലാത്തതുകൊണ്ടാണ് ഇവനെല്ലാം ക്ഷമിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനുഷ്യന് ചിന്ത തോന്നും. പിന്നെ നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അതുകൊണ്ട് ഭൂമിയിൽ എവിടെയെങ്കിലും നീതിമാനുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യാം? പതിയിരുന്ന് ആക്രമിക്കാം. ഈ ഭൂമിയിലെ അധർമ്മികൾ ഭൂമി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് പ്രിയമുള്ളവർ? ഏതെങ്കിലും ഒരു മനുഷ്യൻ മര്യാദയ്ക്കും മാനമായിട്ടും ജീവിച്ചാൽ അവനെ ഉപദ്രവിക്കും. എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇയ്യോബ് നീതിമാനായി ജീവിച്ചു. ഇതാ ചുറ്റുപാടുകൾ എല്ലാവരും കൂടി അവനെ ഉപദ്രവിച്ചു. അവന് കഷ്ടത വന്നപ്പോൾ അവനെ കളിയാക്കാനും പരിഹസിക്കാനും ആളുകൾ കൂടി. അതുപോലെ പ്രിയമുള്ള തോബിത്ത് ജീവിച്ച കാലത്ത് തോബിത്ത് ആ കാലഘട്ടത്തിൽ എന്താ ചെയ്തിരുന്നത്? ഏതെങ്കിലും വ്യക്തി മരിച്ചുപോയാൽ അവൻ എന്ത് ചെയ്യും? ശവമടക്കും. എങ്ങനെയെങ്കിലുമൊക്കെ യുദ്ധവും മറ്റോ പ്രശ്നങ്ങളും വന്ന് ഒരു ശവം കടന്നു കഴിഞ്ഞാൽ അവൻ ഓടിപ്പോയി ശവമടക്കും. ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഇതാ വീട്ടിൽ കയറാൻ പറ്റില്ല, അശുദ്ധമായി. അങ്ങനെ ഒരു ദിവസം തോബിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ ഒരു ശവമടക്ക് നടത്തി. എന്നിട്ട് വീട്ടിൽ കയറാൻ മേലാതെയായി. അങ്ങനെ അവൻ പുറത്ത് കിടന്നു കൽപ്പന പാലിക്കാൻ വേണ്ടി. അപ്പോഴാണ് കുരുവി മേളി വന്നിരുന്നിട്ട് കണ്ണിലേക്ക് കാഷ്ടിച്ച് വെച്ചു. അങ്ങനെ തോബിത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അതോടുകൂടി നാട്ടുകാർ പറഞ്ഞു തോബിത്ത് ഇതാ വലിയ പുണ്യപ്രവൃത്തിയും ചെയ്തുകൊണ്ട് നടന്നതാണ്. അവൻ ശവാടക്കായിരുന്നു അവന്റെ പരിപാടി. അവന്റെ സൂക്കേട് തീർന്നു. ഇവൻ നീതിമാനായിരുന്നെങ്കിൽ ഇവനെ കണ്ടുപോകുമോ? അങ്ങനെ പ്രിയമുള്ളവരെ തോബിത്തിനെ മനുഷ്യൻ പീഡിപ്പിക്കാൻ തുടങ്ങി. തോബിത്തിന്റെ പ്രത്യേകത എന്നായിരുന്നറിയോ? അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതാ ഞാന് വായിച്ചേ. അവന്റെ നീതിയുടെ പ്രത്യേകത എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്ന് 10 തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ കിടന്നിരുന്നു. കണ്ടോ? തമ്പുരാനെ കുറിച്ച് ഓർത്തിട്ട് ചെറിയ പാപങ്ങൾ പോലും ചെയ്യാത്ത മനുഷ്യനായിരുന്നു തോബിത്ത്. അയാൾ അന്ധനായിപ്പോയി. അതോടുകൂടി നാട്ടുകാര് അയാളെ ഒത്തിരി പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെയാണ്. നിങ്ങളൊരു നല്ല സത്യസന്ധനായി നീതിമാനായി തിരുവചനങ്ങൾ പാലിച്ച് ധ്യാനം കൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള അധർമ്മികൾ ഇതുപോലെ നിങ്ങളെ പരിഹസിക്കാൻ തുടങ്ങും, നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും പ്രാർത്ഥനക്കാർ വരുന്നുണ്ട്. അങ്ങനെ അപഹസിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവർ, പലതരത്തിൽ അപഹസിക്കും. ഒരുപക്ഷെ ഇവിടെ ധ്യാനം കൂടി തിരുവചനമൊക്കെ പാലിച്ച് കൽപ്പന പാലിക്കുന്നവർക്ക് ഈ ഗതി വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അവർ ന്യൂട്രലിൽ നിൽക്കും. അങ്ങനെ ഒരു കോംപ്രമൈസ് മട്ടിൽ നിൽക്കും. അവരുടെ കാര്യം പോക്കാം. നമ്മൾ ചിലരുണ്ട്, അന്നേരം ഓർക്കും എന്നാ പിന്നെ ഇച്ചിരി തിന്മയ്ക്ക് പങ്കാളിയായേക്കാം, കള്ളു കുടിക്കുന്നില്ല, ചുമ്മാ ഗ്ലാസ് എടുത്ത് കൈ പിടിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ പോയി, കൃപ പോയി, തമ്പുരാന്റെ കൃപ പോവും. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, അമേരിക്കൻ പ്രസിഡന്റ് പോലും ബറാക് ഒബാമ, അദ്ദേഹം പോലും എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. അപ്പോൾ നമുക്ക് നീതിയോടെ സാക്ഷ്യം വഹിക്കേണ്ട അവസരങ്ങളിൽ ചിലർ പറയും നീ പ്രാർത്ഥനക്കാരനാണ്, നീ പ്രാർത്ഥനക്കാരിയാണ്, അതുകൊണ്ട് നമ്മളെ ചിലപ്പം പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കും. കള്ളുകുടിക്കാത്തവനെ കുടുംബകാര്യങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കും. അപ്പം നമുക്ക് മനപ്രയാസം വരും. പ്രിയമുള്ളവരെ, പിടിച്ചു നിൽക്കണം. ഇനി വായിച്ചേ. അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനവും തിരുവചനവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഈ അധർമ്മി കാണിക്കുമ്പോൾ പറയും കള്ളു കുടിക്കുന്നത് നമ്മൾ ശരിയല്ല കേട്ടോ, പള്ളിമുറിയിൽ ഇരുന്ന് കള്ളു കുടിക്കരുത്, അത് മോശ. ഉടനെ
ഇവനിട്ട് നമുക്കൊരു പണി കൊടുത്താലോ എന്ന് ചിന്തി. അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്ന് ചിലപ്പോൾ വിളിച്ചു പറയും, പെരുന്നാളിന് കള്ളു കുടിച്ച് റാസായിക്ക് പോകാൻ പറ്റുകയില്ല. ഉടനെ പറയും, ഈ അച്ഛനെ നമുക്കൊന്ന് മാറ്റിയാലോ. ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ അച്ഛനായിരിക്കുകയാണ്. അച്ഛനായിരിക്കുന്ന സമയത്ത് കമ്മിറ്റി കൂടി പൊതുയോഗം കൂടി പെരുന്നാളിന്റെ കാര്യങ്ങൾ ഫിക്സ് ചെയ്തു. ഒരാളെ അപ്പം വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചു, ഒരാളെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു. അവസാനം രണ്ടുപേരെ എന്ത് ചെയ്തു, വെടികെട്ടിന് സഹായിക്കാനായിട്ട് ഏൽപ്പിച്ചു. വെടികെട്ടുകാരുടെ കൂടെ വെടികെട്ടിന് ഒരാളെ വരത്തുള്ളൂ. അപ്പൊ സഹായിക്കാനായിട്ട് രണ്ടുപേരെ പള്ളിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തു. അങ്ങനെയാണ് പൈസ കുറച്ച് കൊടുത്താൽ മതി. പ്രിയമുള്ളവര്, അതിനുശേഷം പിറ്റേ ഞായറാഴ്ച ഞാനിങ്ങനെ അനൗൺസ് ചെയ്തു, ഇതാ റാസായിക്ക് കള്ളു കുടിച്ചു. അപ്പൊ അവിടുത്തെ റാസായുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, റാസ ഇങ്ങനെ പോകും, അപ്പോൾ ട്യൂബ് ലൈറ്റ് കെട്ടി കൈ പിടിക്കും. ഒരു വണ്ടിയിൽ ജനറേറ്റർ, ബാക്കിയുള്ളിടത്തെല്ലാം കമ്പൽ ട്യൂബ് ലൈറ്റ് കെട്ടി കൈ പിടിച്ചുകൊണ്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് അത് അതിശയമായിട്ട് തോന്നും, ആ നാട്ടിൽ അങ്ങനെയാണ്. ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കെട്ടി തൂക്കി പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ പ്രിയമുള്ളവർ, ഈ ട്യൂബ് ലൈറ്റ് പിടിക്കുന്നവരും അതുപോലെ കുരിശ് പിടിക്കുന്നവരും എല്ലാം കുറെ ദൂരം നടക്കാനുള്ളത് കൊണ്ട് അടിച്ച് കോൺ തെറ്റിയാണ് നടക്കുന്നത്. അതാണ് അവരുടെ പ്രത്യേകത. റാസ എങ്ങനെയാണ്. അപ്പൊ ഞാനിതെല്ലാം നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഞാനവിടെ ചെന്നപ്പോൾ അനൗൺസ് ചെയ്തു, ഇതാ ഏതെങ്കിലും കാരണവശാൽ കള്ളുകൂടി ചാടി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ റാസായിക്കുണ്ടെങ്കിൽ റാസായുടെ ഇടയ്ക്ക് ഞാൻ അവനെ ഇറക്കി വിടും. പോയില്ലെങ്കിൽ ഞാൻ ഈ കാപ്പ ഊരി കയ്യിലിട്ടുകൊണ്ട് തിരിച്ച് നടന്ന് പള്ളിയിലോട്ട് തിരിച്ചു പോരുന്നു. അപ്പൊ ഞാൻ സാധാരണ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കൊണ്ട് ഇന്നങ്ങനെയൊന്നും ചെയ്യുകയില്ല. പണ്ട് ചെറുപ്പമായിരുന്നപ്പോൾ ഞാനിതൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും, ഞാൻ എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് പരിപാടി വേണമെങ്കിലും കർത്താവിന്റെ നാമത്തെ പ്രതി നിർത്തുമായിരുന്നു. മാമോദീസായിക്ക് വന്നിട്ട് കുമ്പസാരിച്ചില്ലെങ്കിൽ മാമോദീസ നടത്തുകയല്ല. മാമോദീസ ഇല്ല, ഇന്ന് നീ പൊക്കോളാൻ പറയും. നീ മാമോദീസ മുങ്ങണ്ട, കുമ്പസാരിക്കാത്ത നിന്റെ കൊച്ചിന് മാമോദീസ ഇല്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒറ്റയൊരുത്തം കള്ളുകുടിച്ചില്ല. ഒരാൾ മാത്രം അറിയാതെ കള്ളുകുടിച്ചതാണ്. പുള്ളി എന്ത് ചെയ്തു, പുള്ളി പള്ളിമുറിയിൽ വന്ന് കസേരയിരുന്ന്. ഞാൻ ചോദിച്ചു, ഇയാൾ പോകുന്നില്ലേ റാസായിക്ക്? എന്നാ പറഞ്ഞു, അച്ഛൻ അനുവദിക്കാമെങ്കിൽ പോകും. ഞാൻ ചോദിച്ചു, എന്നാ? അല്ല, ഞാൻ പോസാ. അത്ര നല്ല മനുഷ്യരാണ് അവിടെയുള്ളത്. അതിനുശേഷം പെരുന്നാൾ കഴിഞ്ഞുള്ള കമ്മിറ്റി നടക്കുന്ന സമയത്ത്, പൊതുയോഗം നടക്കുന്ന സമയത്ത് ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞ്, പെരുന്നാളിന് പല സ്ഥലത്തും ചാർജ് ചെയ്യിപ്പിച്ച ആളുകൾ അവിടെ ഇല്ലായിരുന്നു. പടക്കം പൊട്ടിക്കാൻ നേരത്തെ പടക്കക്കാരൻ ഇരട്ടി പൈസ മേടിച്ചു. ഞാൻ ചോദിച്ചു, കാരണം എന്താ? പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തിരുന്ന അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് പടക്കം പൊട്ടിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞത്? ഉടനെ രണ്ടുപേര് എഴുന്നേറ്റു. ഉടനെ ആ എഴുന്നേറ്റ പാർട്ടി ചോദിക്കുക, അച്ഛൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ കാരണം ഇതൊക്കെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ഞാൻ എന്നെ ചെയ്തു? ഉടനെ പറയുകയാണ്, ഏത് യാക്കോബായക്കാരനാ കള്ളു കുടിക്കാതെ പടക്കത്തെ പിടിക്കാനായിട്ട് ധൈര്യമുള്ളത്? അപ്പൊ പ്രിയമുള്ളവരെ, ഇങ്ങനെ അധർമ്മങ്ങളും പാപങ്ങളും ചെയ്തു കൂട്ടുന്ന മനുഷ്യരെ നമ്മുടെ പള്ളികളിൽ കാണാൻ സാധിക്കും. അതുപോലെ പൊതുവേദികളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പള്ളികളിലും നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ തന്നെ ഇവിടെ എന്തുമാത്രം ഭാരപ്പെട്ടിട്ടുണ്ട്. വെടികെട്ട് നിരോധിക്കാനൊക്കെ ഞാൻ എന്റെ തലയ്ക്ക് മുകളിൽ വഴിയിൽ നിന്ന് വെടികെട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ കൂടി. ഞാൻ പറഞ്ഞു, അന്യന്റെ പൈസ കണ്ണുനീരിന്റെ വിലയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഈ ധ്യാനകേന്ദ്രത്തിൽ വീഴുന്ന പൈസയെല്ലാം കണ്ണുനീര് പൊടിഞ്ഞ വിലയാണ്. അല്ലെങ്കിൽ ദൈവം കാണിച്ച കാരുണ്യത്തിന്റെ അടയാളമായി അവൻ കൊണ്ടുപോയിട്ട് നന്മയാണ്. അതുകൊണ്ട് ഇതൊന്നും പടക്കം പൊട്ടിച്ച് കളയാൻ പാടില്ല. ഉടനെ കുറെ ആളുകൾ കുറെ പടക്കം സ്വന്തം കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ കോമ്പൗണ്ട് വെച്ച് പൊട്ടിക്കാൻ പറ്റിയിരുന്നു. ഉടനെ എന്ത് ചെയ്തു, വഴിയിൽ നിന്ന് വാണം എന്റെ തലയുടെ മേളിൽ പൊട്ടിച്ചേച്ചു. അപ്പൊ ഇതാണ് അധർമ്മം. കേട്ടോ, അധർമ്മി വാക്കും പ്രവൃത്തിയും വഴി നമ്മൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിലും കാണും. എന്താ സംഭവിക്കാൻ പോകുന്നു വായിച്ചേ. പ്രിയമുള്ള, അവൻ നമുക്ക് ശല്യമാണ്. നമ്മൾ നാടിനൊരു ശല്യമായി തീരും. കാരണം എന്താണ്? ഇവനൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. പിന്നെ അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. എല്ലാ പ്രവൃത്തികളും കയറി എന്തെങ്കിലും ഉടക്ക് പറയും. പിന്നെ നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെന്ന് തിരുവചനങ്ങൾ സ്വീകരിച്ച ശേഷം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ ദൈവവചനമൊക്കെ പഠിച്ചു. ദൈവവചനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരുടെ കല്യാണമാണ്. ഞാൻ പറഞ്ഞു, രാഹു നോക്കാൻ പാടില്ല, ഗുളിയൻ നോക്കാൻ പാടില്ല, ഇതൊന്നും നോക്കാൻ പാടില്ല, ഇതൊന്നും നമ്മുടെ അല്ല. ഉടനെ പ്രിയമുള്ളവർ, ബന്ധുമിത്രാദികൾ എല്ലാം കൂടി ഇതാ കടുന്നൽ കൂടെ ആക്രമിക്കുന്ന പോലെ എനിക്കിട്ട് ആക്രമിക്കും. ഞാൻ വേദപുസ്തകത്തിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതിനേക്കാൾ വലിയ സാധനമാണ് വേദപുസ്തകത്തിൽ ഇങ്ങോട്ട്. അവിടെ മകയിരത്തെ കുറിച്ച് പറയുന്നുണ്ടെന്നൊക്കെ അവർ.
ഇനി വായിച്ചേ. തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. അപ്പോ അധർമ്മികൾ പറയും, അവൻ പറയുന്നത് എന്താ? ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പിന്നെ അവന് ദൈവജ്ഞാനമുണ്ടെന്ന് അവൻ തന്നെ പറയുക. കണ്ടോ, അധർമ്മികൾ പറയും. പിന്നെ അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളെ കാണുന്നത് തന്നെ അലർജിയായിട്ട് മാറും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവകൃപയുണ്ടെന്നാണ് അതിനർത്ഥം. ബന്ധുമിത്രാദികൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു അലർജിയാണ്. നിങ്ങളുടെ വർത്താനം, നിങ്ങളുടെ പ്രവൃത്തി, ഇതൊക്കെ കാണുന്നത് തന്നെ നമുക്ക് അലർജിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഓർത്തോടെ നിങ്ങളിൽ എന്ത് പ്രവർത്തിക്കുന്നു? ദൈവകൃപ. ഇനി വായിച്ചേ. അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞായറാഴ്ച ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും? തിരുവചനം കേൾക്കാനായിട്ട് പോകും. അപ്പോൾ എന്താണ്? നമുക്ക് പല പാർട്ടിക്കും പോകാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളോട് എതിർത്തും. പിന്നെ വായിച്ചേ. മാർഗങ്ങൾ അസാധാരണവും. ആ മാർഗങ്ങൾ അസാധാരണമായ മാർഗങ്ങളായി മാറും. സാധാരണക്കാരൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പല ഇവനെ. ഇനി വായിച്ചേ. അവൻ നമ്മെ അധമരായി കരുതുന്നു. അവർക്കൊരു ചിന്തഗതി വരും, നമ്മൾ അവരെ അധമരായിട്ടാണ് കാണുന്നത്. നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും സ്നേഹത്തോടെ വിളിക്കുന്നത്, പക്ഷെ അവര് നമ്മളെ എന്ത് ചെയ്യും? അധമരായി കാണുന്നു എന്ന് അവർക്കൊരു തോന്നല്. പിന്നെ നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരുടെ കൂടി കള്ളു കുടിച്ചോണ്ടിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ കൂടി കണ്ണു കുടിച്ചോണ്ടിരിക്കുമ്പം അവൻ മാത്രം മാറി നിൽക്കുന്നു. അല്ലെ, അവർ കാറെടുത്തോണ്ട് വീട്ടിൽ പോകുന്നു. അത് കാണുമ്പം മനപ്രയാസം. പിന്നെ നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നീതിമാന്റെ മരണം ദൈവം എന്ന് വാഴ്ത്തുന്ന ആരാ? പെരുന്നാള്. കണ്ടോ, അതാണ് നീതിമാന്റെ മരണം വിശുദ്ധമെന്ന് പ്രാർത്ഥിക്കുന്ന പെരുന്നാളുകളും പ്രാർത്ഥനകളും വളരെ വിശുദ്ധിയോടെ അവൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി അധർമ്മികളെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനെന്ത് ചെയ്യും? നമുക്കിട്ട് കുത്താൻ തുടങ്ങും. വായിച്ചു. നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും, ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. പ്രിയമുള്ളവരെ, നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യത പരീക്ഷിച്ചു നോക്കാം. അതുകൊണ്ട് ഇതാ, നിങ്ങൾ തിരുവചനം കേട്ട് നല്ല ഭക്തരായിട്ട് ജീവിച്ചാൽ നാട്ടുകാരും അയലോക്കംകാരും എന്ത് ചെയ്യും? കയ്യാലയുടെ കല്ല് പൊളിച്ചു നോക്കും. അപ്പൊ നമ്മൾ എന്നേച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അന്നേരം ചോദിക്കും, നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, എന്നിട്ട് തന്നെ ഈ കാണിക്കുന്നത്? നമ്മോട് ചോദിക്കും. കണ്ടോ, നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, നിനക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. പിന്നെ അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം. അവന്റെ വാക്കു ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ. കണ്ടോ, അവനെ നമുക്ക് വേണമെങ്കിൽ കൊന്നുകളയാം. ദൈവം അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കും. യേശു ക്രിസ്തുവിനോട് ഇതാ ചെയ്തത്. കണ്ടോ, യേശുവിനോട് ഇതാ ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ കർത്താവിന്റെ തിരുവചനമൊക്കെ അനുസരിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇതുപോലെ മറ്റുള്ളവർ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് വരാം. ഇപ്പൊ അതില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പാപത്തോടും ലോകത്തോടും കോംപ്രമൈസ് ചെയ്യുന്നു. അതാർത്ഥം. പാപത്തോടും ലോകത്തോടും കോംപ്രമൈസ് ഇല്ലാതെ നിത്യജീവനുണ്ടെന്ന ലക്ഷ്യത്തോടുകൂടി ഒരുത്തൻ മര്യാദയ്ക്ക് മാനമായിട്ട് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ലോകം അവനെ തിരസ്കരിക്കും. തിരസ്കരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളെ ലോകം തിരസ്കരിക്കും. കണ്ടോ, ലോകം നിങ്ങളെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. കാരണം അതെന്നെ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. നമ്മൾ പാടുമ്പോൾ ഓളത്തിനങ്ങ് പാടും. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനീക്കെന്തിനാ, നാഥനു മുൾമുടി നൽകിയ നീതരും പേരെ. അപ്പോ നമ്മൾ പാടുകയാണ്, നാഥന് മുൾമുടി കൊടുത്ത ഈ ലോകം, നാഥനെ തിരസ്കരിച്ച ഈ ലോകം എനിക്ക് നൽകുന്ന, നീ ലോകം നൽകുന്ന പേരും പെരുമയും എനിക്ക് വേണ്ട. കണ്ടോ എന്ന് പാടിയ ഒരു സുവിശേഷൻ, കൃപയുള്ള സുവിശേഷകനാണ് അങ്ങനെ പാടിയത്.
അപ്പൊ നമുക്ക് എന്നാ പറ്റുന്നത്? ഇങ്ങനെയുള്ള മാനസിക പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അത് സഹിച്ചു നിൽക്കാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് നല്ല പലർക്കും സാധിക്കാതെ വന്നിട്ടുണ്ട്. 40 സഹദേന്മാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കും. 40 സഹദേന്മാരെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് മഞ്ഞത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഥ? ഇല്ലേ? ഉണ്ട്. ചെറുപ്പത്തിലൊക്കെ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കഥയാണ്. അത് അവർക്കറിയാവുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ആകപ്പാടെ പറഞ്ഞു കൊടുക്കുക. ഏതാണ്? മഞ്ഞൾ വിരിഞ്ഞ പൂവിലൊരു കഥയുണ്ടായിരുന്നു. നമ്മൾ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നതാ. ഈ ചെറുപ്പകാലത്ത് വിശുദ്ധന്മാരുടെ കഥയൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുക. പ്രിയമുള്ളവർ, 40 സഹോദരന്മാരെ എന്ത് ചെയ്തു? മഞ്ഞത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് യേശുക്രിസ്തുവിനെ വേണോ വേണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനെ തിരസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇതിനകത്തു നിന്ന് മാറ്റാം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല സമ്മാനമൊക്കെ തരാം. 40 പേരും മഞ്ഞത്ത് വിറച്ച് അങ്ങനെ മരണത്തോടും മല്ലടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്ത് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, യേശുവിനെ വേണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഇപ്പോൾ IS തീവ്രവാദികൾ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ യേശുവിനെ ഉപേക്ഷിക്കാമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് മരിക്കട്ടെ. ഇന്ന് ആ കാലഘട്ടത്തിൽ നടന്നൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ 40 പേരും വിഷമിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് മരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ ഒരാള് പതുക്കി ഓർത്ത് എങ്ങനെയും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ ഒരാൾ ഇവിടുന്ന് ഓടി ചൂട് കായാൻ വേണ്ടിയിട്ട് ഒറ്റ ഓട്ടം ഓടി. സഹനമൊക്കെ വേണ്ടത് നമ്മളെ പോലെ. നമ്മളെന്താ ചെയ്യുന്നത്? മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. തിരുവചനം പാലിച്ച് ജീവിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. കർത്താവിന്റെ വചനം പാലിച്ചിട്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാടും പ്രയാസവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ആത്മീയതയൊന്നും വേണ്ട, സെമി ആത്മീയത മതി എന്നൊക്കെ ചിന്തിച്ച് പലരും ഇട്ടിട്ട് പോകും. അതുകൊണ്ടല്ലേ ധ്യാനമൊക്കെ കൂടി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ആ ആൾ പിന്നെ പോവും, അടുത്ത പുതിയ ആൾ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുറെ നാൾ കഴിയുമ്പോൾ മടുക്കും. കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് വിഷമമാണ്, കുരിശ് സഹിക്കാൻ സാധിക്കുന്നില്ല. അവസാനം ഒരാൾ ഓടിപ്പോയപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? തീ കാഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മുകളിലേക്ക് നോക്കി, കാവൽക്കാരൻ നിന്നപ്പോൾ അയാൾ മുകളിലേക്ക് നോക്കാൻ കാണുന്നത് 40 സ്വർണ്ണ കിരീടം ഇങ്ങനെ നിൽക്കുക. അവിടുന്ന് ഒരുത്തൻ തിരിഞ്ഞോടി എന്ത് ചെയ്തു? ഈ മഞ്ഞത്ത് കയറുന്നു. അങ്ങനെ ഇതാ സ്വർണ്ണ കിരീടം അങ്ങനെ ഒരുത്തനൂടെ കിട്ടി. അങ്ങനെ 40 പേർക്കും സഹദേവന്മാരെ പോലെ അവരായിത്തീർന്നു, അല്ലെങ്കിൽ കൃപയുള്ളവരായിത്തീർന്നു. അപ്പൊ പറയുമ്പോൾ ഇത്തരം പീഡനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് വീട്ടിൽ നിന്നും ഒക്കെ കിട്ടും. ഞാനിങ്ങനെ ഓർക്കുകയാണ് എൻ്റെ ജീവിതത്തിലൊരു സംഭവം. കൊച്ചു പ്രായത്തിൽ ഞാൻ ധ്യാനം കൂടിയതോടുകൂടി ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. തെറി പറച്ചിൽ നിർത്തി, ചേട്ടന്മാരുമായിട്ട് അടിപിടി കൂടുന്നത് നിർത്തി. പിന്നെ വീട്ടിൽ വളരെ മര്യാദക്കാരനായി, അമ്മയായിട്ട് ഗുസ്തി പിടിക്കുകയില്ല, ഇങ്ങനെയൊക്കെ വിളിച്ചു. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും കൂടെ തലവണയ്ക്ക് കൂട്ടയടി ഇതൊക്കെ നടക്കുമായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ വളരെ മര്യാദക്കാരനായി സങ്കീർത്തനമൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുക. അപ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് അമ്മാച്ചൻ്റെ മക്കളും എൻ്റെ 2 സഹോദരങ്ങൾ എല്ലാവരും വന്നു. എല്ലാവരുടെ കൂടി എനിക്കിട്ട് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കുറേ നേരം സഹിച്ചു തന്നു, 40 സഹോദരന്മാരിൽ ഒരാളെ പോലെ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹനശക്തി കുറഞ്ഞു വന്നു. അവസാനം പ്രിയമുള്ളവർ, ഞാൻ ഈ ആത്മീയത അങ്ങ് വേണ്ടെന്ന് വെച്ചു. അന്ന് വരെ കേട്ടിട്ടുള്ള സകലമാന തെറിയും ഞാനങ്ങ് പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ തെറി. പ്രിയമുള്ളവർ, ചുമ്മാ ഉപദ്രവിക്കുകയാണ്, ചുമ്മാ പുറകെ നടന്ന് ചൊറിഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ ഇതൊക്കെ പറ കുറച്ചു നേരമൊക്കെ നിന്നു, മാറി നടന്നു. ഇവർ പുറകെ നടന്ന് നമ്മളെ കളിയാക്കുക, നമ്മളെ ചൊറിയുക, കല്ല് പൊക്കി എറിയുക, നമ്മുടെ തലക്കിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയില്ല വീട്ടിൽ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അങ്ങോട്ട് തെറി പറയാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി വർഷത്തെ സ്റ്റോക്ക് ഇരിക്കുകയല്ലേ, എല്ലാം കൂടി അങ്ങോട്ട് ചാടി. അതോടുകൂടി പൊളിച്ച സാധനം വരുന്ന കണ്ടപ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാം അമ്മാച്ചൻ്റെ മക്കളടക്കം ചെവികുത്തി. അവർ ചെവികുത്തിയിട്ട് ഒറ്റ ചോക്കും, ഇവനെ നല്ലൊരു ആത്മീയനായിരുന്നില്ല, ഇവനെ ഇങ്ങനെയായിപ്പോയി. അതോടുകൂടി എൻ്റെ കലി കൂടി. പ്രിയമുള്ളവരെ, ഞാൻ കുറേ നേരത്തേന് ഞാൻ പറഞ്ഞു ഇനി ആത്മീയതയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ആത്മീയത അങ്ങോട്ട് മാറ്റി വെച്ചതോടുകൂടി വളരെ കെട്ടുപൊട്ടിയ പോലെ ഒരു ഫ്രീഡമായിരുന്നു. എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ, അതോടുകൂടി ശരീരത്തിൽ എന്തോ പ്രയാസം പോലെ അനുഭവപ്പെട്ടു. വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് മീന്, മോര്, അന്ന് കഴിച്ച ഭക്ഷണം പോലും ഇപ്പോൾ ഓർത്തിരിക്കുന്നു. മീന്, മോര്, ചോറ് പേരിക്ക് കുഴച്ചടിച്ചു. വൈരാഗ്യം തീർത്ത് വയറ് നിറച്ചടിച്ചിട്ട് കിടന്നു തുടങ്ങി. രാത്രി 1 മണിയായപ്പോൾ വയറ്റിൽ വേദനയോടുകൂടി ചാടി എഴുന്നേറ്റു.
പ്രിയമുള്ളവരെ, കുറച്ചേരം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഒരു സൈഡിൽ കൂടെ ഛർദ്ദിക്കുക, മുമ്പിലേക്കും പുറകിലേക്കും ഒരുപോലെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട്. ഞാൻ ഈ മലമൂത്ര വിസർജനത്തിന് അന്ന് മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക, മുട്ടുമേന്ന്. അപ്പോൾ ഞങ്ങളുടെ അമ്മ വന്നു. ഒരു വസ്ത്രം എടുത്ത് ഉടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ തളർന്നുപോയി. കുറേ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ തളർന്നു പോകുമല്ലോ. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതം നിങ്ങൾ ചിന്തിക്കാൻ മേലാത്ത രീതിയിലുള്ള ഒഴിച്ചിലും ഛർദ്ദലും കൊണ്ട് ഞാൻ നിറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ചിന്തയ്ക്കകത്ത് പോലും ഈ മാപ്പൂ ചാക്കവ് കുത്താക്ക ഒന്നും വന്നിട്ടില്ല, ഭാഷാപരം. അതോടുകൂടി കർത്താവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു. പിന്നീട് എന്താണ്, ഈ ഉപദ്രവവും അധികം ഉണ്ടായി. പ്രിയമുള്ളവരെ, കാലമൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിരുന്നുകൊണ്ട് തിരുവചനം കേൾക്കുക ഏറ്റവും പുറകിൽ കണ്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സഹിക്കേണ്ടത് ആർക്ക് വേണ്ടി? നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി, അതുപോലെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ അയലോക്കംകാർക്ക് വേണ്ടി ഒക്കെ സഹിക്കണം. എല്ലാവർക്കും വേണ്ടി നമ്മൾ സഹിക്കണം. സഹിച്ചാൽ മാത്രമേ രക്ഷ പ്രദാനം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ സഹനങ്ങൾ സത്യത്തിൽ യേശുവിൻ്റെ കുരിശ് തന്നെയാണ്. നമ്മളതറിഞ്ഞിരിക്കണം. നമ്മളോർക്കും 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. എൻ്റെ മരണോ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളോ, അതൊന്നും ദൈവികമല്ല. അതെല്ലാം ദൈവം തരുന്നതാണ്. നിങ്ങളെ ഒരാൾ എതിർക്കുകയോ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ഭാരപ്പെടുത്തുകയോ ചെയ്താൽ തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് നടക്കുന്നൊരു സംഭവമാണ്. തമ്പുരാൻ അത് തടയാത്തതിൻ്റെ കാരണം നിന്റെ ജീവിതം രക്ഷിക്കാൻ ഈ സഹനം കൊണ്ട് സാധിക്കും. നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഈ സഹനം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. എങ്ങനെ മാറ്റണം? സഹനങ്ങൾ കൃപകളാക്കി മാറ്റണം. ഇത് വളരെ പ്രയാസമുള്ള ഒരു സുഹൃതമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് അറിഞ്ഞുകൂടെ, എന്നെ കൊണ്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല. ചിലതൊക്കെ സാധിച്ചിട്ടുണ്ട്, ചിലതൊന്നും സാധിച്ചിട്ടില്ല. ചിലതിനകത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് ഞാൻ. സത്യത്തിൽ അത് കൃപയാക്കി മാറ്റാമായിരുന്നു. ചില സഹനങ്ങൾ കൃപകളാക്കി മാറ്റാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. അതിനൊരു കൃപ വേണം. അതുകൊണ്ട് ഈ നമ്മുടെ കത്തോലിക്ക സഭയിലൊരു വിശുദ്ധയുണ്ട്, ചെറുപുഷ്പം, എൻ്റെ പേരിന് കൊച്ചുത്രേസ്യ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം കിട്ടുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ പോലും കർത്താവിനെ കാഴ്ചവെക്കുവാനും. എന്താണെന്നറിയോ? ദൈവമേ, ഇതാ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എനിക്ക് കിട്ടിയ ഈ പനി, ജലദോഷം, മറ്റുള്ളവരിൽ നിന്ന് ആരെങ്കിലും എതിർത്താൽ അത് എല്ലാ ദിവസവും കാഴ്ചവെക്കുവാൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പുതിയ വെളിപാടുകളാണ് ഇതാ നമുക്ക് കിട്ടുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ. കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നത്, സഹപാഠികളിൽ നിന്ന് കിട്ടുന്നത്, അയൽക്കാരിൽ നിന്ന് കിട്ടുന്നത് അന്നന്ന് തന്നെ കർത്താവിന് സമർപ്പിക്കുക. വെച്ചുകൊണ്ടിരുന്നാൽ ക്യാൻസർ പോലെ ആയിത്തീരും. ക്യാൻസറിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഇരുന്ന് ക്യാൻസറായി പോവുക എന്ന് പറഞ്ഞതുപോലെ പിന്നീട് അത് രോഗമായി മാറും, ആന്തരിക മുറിവായോടെ കിടക്കും. അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ കുംഭസാരം എന്ന് പറയുന്ന 45 ദിവസത്തിനുള്ളിൽ ഒന്ന് നടത്തണമെന്ന് പറയുന്നത്. എന്താ കാര്യം? നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെല്ലാം ദൈവത്തോട് അങ്ങ് ഏറ്റു പറഞ്ഞ് ഹൃദയം ക്ലീൻ ആക്കുക. അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് പാപമായി രൂപാന്തരപ്പെടാതിരിക്കും, ക്യാൻസറായി മാറുകയില്ല, മരണത്തിന് കാരണമാകുകയില്ല. മറിച്ച് എന്തായി തീരും? ഏറ്റു പറഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ കൃപകളായിട്ട് ദൈവം മാറ്റും. പിന്നെ ആ മേഖലയിലുള്ള പാപബന്ധനങ്ങൾ എന്നേക്കുമായിട്ട് നമ്മൾ നഴിഞ്ഞു പോകും. അതാ പ്രത്യേകത. നമ്മൾ ഒരു മേഖലയിൽ സഹിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള പാപ പ്രലോഭനങ്ങളും ബന്ധനങ്ങളും പൂർണ്ണമായി അഴിഞ്ഞുപോയി ആ മേഖലയിൽ ഒരിക്കലും നമ്മൾ വീണു പോകാത്ത അവസ്ഥയിലായി തീരും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇപ്പോൾ നമ്മൾ ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ നമുക്കിട്ട് ചിലപ്പോൾ ഒന്ന് കുത്തിയെന്നിരിക്കും. അത് സഹിക്കണം, അത് ക്ഷമിക്കണം. അത് ക്ഷമിച്ച് സഹിച്ചും വേണം നമ്മൾ കുരിശിൽ. അതാണ് കുരിശ്. അപ്പം നമ്മൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ചെറിയ ചെറിയ കുരിശുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതെന്ത് ചെയ്യണം? സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇതാണ് കാൽവറി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ
കാൽവറി ക്രൂശ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായി തീരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവർ നമുക്ക് സമ്മാനിച്ച എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി പ്രിയമുള്ളവരെ, അടുത്ത വചനം 21-ാമത്തെ വചനം ഇങ്ങനെ വായിച്ചേ. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദുഷ്ടത അവരെ അന്ധരാക്കി. ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. കണ്ടോ പ്രിയമുള്ളവരെ, നമ്മൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ദൈവം കൃപകൾ കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ടാണ് അക്കൗണ്ടിൽ കൃപ വർദ്ധിക്കുന്നതിന്റെ ലക്ഷണം എന്താണെന്നറിയോ? മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നാമത്തിൽ ദുർവചനങ്ങൾ നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രിയമുള്ളവരെ, മറ്റുള്ളവർ വെറുതെ ദോഷാരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചോ, എന്താ അയാളുടെ ലക്ഷണം എന്നറിയോ? അയാളുടെ ദൈവകൃപ, അയാൾക്ക് ദൈവകൃപയുണ്ട്. നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ കാണുന്ന പോലെ അല്ല പ്രിയമുള്ളവരെ. ഒരു മനുഷ്യന്റെ ദൈവകൃപ അളക്കാൻ നമ്മളെ കൂടെ സാധിക്കുകയില്ല. അത് അയാൾക്കും അയാളുടെ ദൈവത്തിനും അറിയാവുള്ളൂ. അയാൾക്ക് എന്തെല്ലാം നന്മയുണ്ടെന്ന്, അയാൾക്ക് എന്തെല്ലാം പുണ്യമുണ്ടെന്ന് നമുക്ക് അത്ര പെട്ടെന്ന് അളക്കാൻ പറ്റുകയില്ല. ചിലപ്പം നമ്മൾ ദുഷ്ടന്മാരാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരിൽ ഒത്തിരി ദൈവകൃപ കാണും, ഒത്തിരി പുണ്യങ്ങൾ കാണും. ചിലപ്പോൾ ഷാപ്പിലിരിക്കുന്നവനായിരിക്കാം, നമ്മൾ അറിയുകയില്ല. ചിലപ്പോൾ അവന്റെ ഉള്ളിൽ ഒത്തിരി നന്മകൾ കാണും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് സൂട്ടൊക്കെ ഇട്ട് വഴി നിൽക്കുക. അപ്പോഴാണ് ഒരു കള്ളുകൂടിയൻ അപ്പുറത്ത് നിൽക്കുക, ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നവൻ അപ്പുറത്ത് നിൽക്കുക. അപ്പോഴാണ് ഒരുത്തൻ ബൈക്കിൽ നിന്ന് വീണ് ചെള്ളക്കകത്തോട്ട് പോയി. ആരായിരിക്കും അവനെ ചാടിയെടുക്കുന്നത്? നമ്മൾ സൂട്ടൊക്കെ ഇട്ടിട്ട് ചെന്ന് എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ച് ചെല്ലുമ്പോഴേക്കും മറ്റവൻ എന്ത് ചെയ്യും? അവനെ ചെള്ളക്കകത്തെടുത്ത് വണ്ടിയൊക്കെ കയറ്റി ആശുപത്രി കൊണ്ടുപോകും. അപ്പൊ ആർക്കാണ് പുണ്യം കൂടുതൽ? കള്ളുകുടിക്കന്. അപ്പൊ പ്രിയമുള്ളവർ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആർക്കാണ് ഈ ഭൂമിയിൽ പുണ്യമുള്ളതെന്നൊന്നും നമുക്ക് നിർവചിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതാ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പങ്കാളിത്തം സഹിക്കുന്ന മനുഷ്യന് ദൈവം ഉറപ്പായിട്ട് തരും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ചെറിയ സഹനങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ ഒരിക്കലും അതും പറഞ്ഞ് പരാതിയും പറഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വരിക ചെയ്യരുത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ധ്യാനക്കാർ പ്രത്യേകിച്ച് ഓർത്തോണം. ധ്യാന ശുശ്രൂഷകരാണ് ഇവിടെ വന്നിരിക്കുന്ന കൂടുതൽ പേര്. അവരോർത്തോണം, ഇനി നിങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിനകത്തുനിന്നോ പുറത്തുനിന്നോ പള്ളിയിൽ നിന്നോ ഇനിയും അയലോക്കംകാരിൽ നിന്നോ ഉണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഇനി ഒരിക്കലും പറയരുത്. എന്ത് ചെയ്തോണം? സന്തോഷത്തോടെ സഹിച്ച് ഹല്ലേലൂയ പാടുക. സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുക. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ബാക്കി വായിച്ചാൽ പ്രിയമുള്ളവരെ വളരെ മനോഹരമാകും. അവസാനത്തെ വാക്ക് അതുകൂടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. നിങ്ങൾ ഈ 2, 3, 4 അധ്യായങ്ങൾ വായിക്കണം. ഇത്ര മനോഹരമായ ഒരു ഭാഗം ജീവിതത്തെക്കുറിച്ച് വേറെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് സംശയമാണ്. അവസാനം പ്രിയമുള്ളവരെ 4:7 വായിക്കും. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചത് കൊണ്ടല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി, കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ഭയങ്കര ഒരു വചനമാണ്. കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. പ്രിയമുള്ളവരെ, നമ്മളൊരു കറയറ്റ ജീവിതം നയിക്കുകയാണെങ്കിൽ, നമ്മൾ 18 വയസ്സുള്ളൊരു കൊച്ച് കറയറ്റ ജീവിതം നയിച്ചാൽ 99 കഴിഞ്ഞ വല്യമ്മച്ചിക്ക് തുല്യം കർത്താവ് 18ാമത്തെ വയസ്സിൽ ചിലപ്പോൾ പൊക്കിക്കൊണ്ടുപോകും. കണ്ടിട്ടില്ലേ? ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളും വളരെയധികം ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളെ, ചിലപ്പോൾ 4 പിള്ളേരായിരിക്കും ഉള്ളത്, അതിലേറ്റവും ദൈവകൃപയുള്ളവൻ അകാലത്തിൽ മരിക്കും. പല മാതാപിതാക്കന്മാരും ഇതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് ജ്ഞാനായ ഭദ്രാസനത്തിലെ തന്നെ ഒരു പയ്യനാണ്, ഒറ്റ പയ്യനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു പെണ്ണുണ്ടെന്ന് തോന്നുന്നു. പ്രിയമുള്ള അവർ ഗൾഫിലൊക്കെ ജീവിക്കാൻ, ഈ ചെറുപ്പക്കാരൻ പ്രിയമുള്ളവർ എന്നാ വിശുദ്ധനായിട്ടാണ് ജീവിക്കുന്നറിയും. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ ഒരു ഇംഗ്ലീഷിൽ എഴുതിയൊരു പ്രാർത്ഥന എന്നെ കാണിച്ചു. ഞാൻ വായിച്ചിട്ട് ഞെട്ടി. അത്ര ആഴത്തിലാണ് ജീവിതത്തെക്കുറിച്ചും
ജീവിതത്തിന്റെ മരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. പിന്നെ അതിനുശേഷം എന്തോ ആക്സിഡന്റിലോ പെട്ടോ മറ്റും മരിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, എന്താണ് ഇതിന് നിർവചനം? ഇതാണ് നിർവചനം. എന്താണ്? ഇതാ കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തി ഒരുവനുണ്ടായിരുന്നു, അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധി പ്രാപിച്ച മനുഷ്യനെ ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചെന്നാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. മൈലേജ് കൂടുതലുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇനി കർത്താവിന്റെ വചനം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, എന്നാ സംഭവിക്കും? പ്രിയമുള്ളവരെ, നല്ല അകാല മരണം കിട്ടും. അതാണ് എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ എറണാകുളത്താണ് താമസിക്കുന്നത്, ഹസ്ബൻഡും വൈഫും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുടുംബമാണ്. ഞാനവിടെ പോയി ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ടീമായിട്ട് അവിടെ പോയി താമസിച്ചുകൊണ്ടൊരു ധ്യാനത്തിന് പോയി. പ്രിയമുള്ളവർ, എന്തോരം നല്ല കുടുംബമാണ്. അവര് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുവിശേഷം പറയുകയാണ്. സുവിശേഷം അല്ലാത്ത യാതൊരു കാര്യവും പറയുക. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോരുക. വലിയ പൈസയൊക്കെ ഉള്ള നല്ല കുടുംബമാണ്. എറണാകുളം സിറ്റിക്കകത്താണ് അവരുടെ വീട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന്, ഞാനുണ്ട്, വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവറുണ്ട്, പിന്നെ അതുപോലെ പ്രസംഗിക്കാനായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ടീമുണ്ട്. ഞങ്ങളെല്ലാം അവരുടെ വീട്ടിലെ കട്ടിലെല്ലാം കിടക്കുകയാണ്. ഇതുങ്ങളെല്ലാം കൂടെ പോയി അടുക്കളയിലാണ്. ഞാൻ ഓർത്ത് അടിയിലത്തെ നിലയിലൊക്കെ ബെഡ്റൂം ആയിരിക്കും ഓർത്ത്. അവസാനം പോരാൻ നേരത്താണ് മനസ്സിലാകുന്നത് അടുക്കളയിലാണ് ഇതുങ്ങളെല്ലാം കൂടെ പാവിരിച്ച് കിടന്നുകൊണ്ട്. അവസാനം പ്രിയമുള്ളവരെ, നല്ല ഭക്ഷണം, നല്ല ട്രീറ്റ്, ഇതെല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല വണ്ണമുള്ള ഭർത്താവും ഭാര്യയാണ്. അവർക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, എഴുന്നേക്കാനും നടക്കാനും മേലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? പ്രിയമുള്ളവരെ, ഇതാ അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കാലെ തൊട്ടേച്ച്, നിങ്ങളിവിടെ വന്ന് താമസിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഡ്രൈവറുടെ കാലേ വരെ തൊട്ട് വന്നിച്ചു. പ്രിയമുള്ളവരെ, ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖം അങ്ങ് അടിയേറ്റ പോലെ ആയിപ്പോയി. വല്ലാതെ ആയിപ്പോയി. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇത് വണ്ടിയെ കയറി. മറുപടി പോലും പറയാൻ പറ്റില്ല. എന്നാ മറുപടി പറയാൻ? നല്ല സൂപ്പർ ഭക്ഷണം കഴിച്ചേച്ച് ഏമ്പൊക്കവും വിട്ട് പോരുമ്പോൾ കാലത്തൊട്ട ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ആരെ കയറി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ എല്ലാം കണ്ണ് നിറഞ്ഞു. ഞാൻ ചുമ്മാ പാളി മറ്റുള്ളവരുടെ നോക്കിയപ്പോൾ ആരും ഒന്നുമില്ല. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ? അതാ ഞങ്ങൾ ഓർത്തു. കുറേ കാലം പിന്നിട്ട് കഴിഞ്ഞാൽ പ്രിയമുള്ള ഒരു ദിവസം ഒരു ഫോൺ വന്നെനിക്ക്. എന്താണെന്നറിയോ? പ്രിയമുള്ളവർ, ഈ സ്ത്രീക്ക് മാരകമായ ക്യാൻസർ രോഗം. വളരെ ചെറുപ്പം പ്രായമുള്ളൂ, 40 വയസ്സൊക്കെ ഉള്ളൂ. ക്യാൻസർ രോഗം. മക്കളെല്ലാം നല്ല നിലയിൽ കെട്ടിച്ചു. അവരെല്ലാം വിശുദ്ധർക്ക് തുല്യമായിട്ട് ജീവിക്കുകയാണ് പിള്ളേര്. അതിലൊരു പെങ്കൊച്ച് ബാംഗ്ലൂരെങ്ങാണ്ടി നിന്ന് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നറിയോ? പ്രിയമുള്ളവർ, ബാംഗ്ലൂര് പിള്ളേരുടെ കൂട്ടത്തിൽ ജീവിക്കുകയാണ്. പള്ളിയിൽ പോക്ക്, പ്രാർത്ഥന, പഠിക്കുക, വേറൊരു ഇടപാടുമില്ല. നല്ല തമ്പുരാന്റെ കൃപയിൽ വേറെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകുന്നില്ല. നല്ല വലിയ കോളേജാണ്. അവിടെ പലരും എന്ത് ചെയ്യാണ്? വഴിപഴിച്ച പിള്ളേർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, വളരെ മോശമായി ജീവിക്കുന്നവരുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒന്നും ആസ്വദിക്കാതെ ജീവിക്കുന്നവരെ കണ്ട് ആളുകൾ പറയാൻ തുടങ്ങി, നീ എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്നത്? ലോകം ആസ്വദിക്കടി എന്നൊക്കെ പറയാൻ തുടങ്ങി. അവളൊന്നിനും പെട്ടില്ല. കർത്താവിന്റെ കൃപയിൽ അവളിങ്ങനെ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചു. ഒരു ദിവസം സിസ്റ്റർമാർ അവളെ പിടിച്ച് പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാക്കി. അവൾ പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നു നിന്നു. സന്ധ്യാപ്രാർത്ഥന തുടങ്ങാറായി. പ്രിയമുള്ളവരെ, അവർക്ക് ഈ കുട്ടികളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഇതാ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥന ലീഡ് ചെയ്തത്. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞു തീരുകയും, പ്രിയമുള്ളവരെ, ആ ചാപ്പലിൽ നിന്ന് 4-5 പിള്ളേര് ബോധം വിട്ട് താഴെ വീണു. അവർ പാമ്പിനെ പോലെ അവിടെ തലകുത്തി മറിയുന്നു. സൈറ്റൻ വർഷിപ്പിനൊക്കെ പോയിക്കൊണ്ടിരുന്ന
തലകുത്തി മറിയാൻ തുടങ്ങി, എഴയുന്നു, പള്ളി കിടന്ന് ഭയങ്കര പ്രശ്നങ്ങൾ. സിസ്റ്റർമാർ ഓടി വന്നു. സിസ്റ്റർമാർക്ക് വല്ല ആത്മീയതയുണ്ടോ? അവർക്ക് ആകപ്പാട് എന്താ അറിയാവുന്നത്? നഴ്സറി പോലെ ഹോസ്പിറ്റൽ നടത്താൻ അറിയാം, പിന്നെ പശുവിനെ കറക്കാൻ അറിയാം. വേദപുസ്തകം എന്ന് പറയുന്നത് അവർക്കൊന്നും തുറക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടിയാണ് കൂടുതലും. പ്രാർത്ഥിക്കാൻ നേരമില്ല. ഞാൻ അവർക്കാണ് എൻ്റെ ബൈബിള് പോയപ്പോൾ ഞാൻ ബൈബിൾ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ടൈപ്പ് ബൈബിള് ഒരിടത്തുനിന്നും കിട്ടാനില്ല, പഴയ പ്രിന്റഡ് ബൈബിൾ. അവസാനം പ്രിയമുള്ളവരെ, കുര്യനച്ഛൻ എങ്ങാണ്ട് എന്നൊരു മടത്തിൽ ചെന്നപ്പം ഇതാ ഒരു ബൈബിള് കിട്ടി. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബൈബിള് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു പേജ് കീറിയതാണോ? പഴയ പ്രിന്റാണ്. പഴയ പ്രിന്റാ, പേജ് കീറിയതാണ്. ഞാൻ പറഞ്ഞു ഒരു പേജ് പോലും കീറിയിട്ടില്ല. ഞാനിവിടെ വന്ന് നോക്കും പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം പോലും തുറന്നിട്ടില്ല ബൈബിള്. ഒരു സിസ്റ്ററിന്റെ പേരെഴുതിയിരിക്കുന്നു, സിസ്റ്ററിന്റെ ബൈബിൾ ഒറ്റ പ്രാവശ്യം പോലും തുറന്നിട്ടില്ല. നല്ല പുത്തം പോലെ ഇരിക്കുക. കാരണം എന്താ? നേരമില്ല. അതുകൊണ്ട് സിസ്റ്റർമാർക്ക് കാര്യം പിടി കിട്ടുന്നില്ല. ഇത് എന്നാ സംഭവിച്ചെന്ന് സിസ്റ്റർ പറഞ്ഞു, എടി നീ എന്നെ കാണിച്ചത്, നീ പിള്ളേരെയൊക്കെ നേരെയാക്കി തരാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവരെന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഇവള് സ്വർഗസ്വനായ പിതാവിന് ചൊല്ലുകയും ഇതാ 4 പിള്ളേര് അവിടെ കിടന്ന് പാമ്പിനെ പോലെ എഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൾ ആരാ പാർട്ടി? ഇവൾ ദൈവത്തിന്റെ മകളാണ്. അപ്പൊ ഇവൾ സ്വർഗസ്വനായ പിതാവെന്ന് വിളിച്ചപ്പോ കർത്താവ് ഓർത്തു, എന്താണ് മോള് വിളിക്കുന്നുണ്ടെന്ന് അവിടം വരെ ഒന്ന് പോയേക്കാമെന്ന് ഓർത്ത് ചാപ്പലിലോട്ട് ഇറങ്ങിച്ചെന്നു. അതാ പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ കാര്യം പിടികിട്ടത്. എനിക്ക് കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇതാണ്. ഇതാ ദൈവത്തിന്റെ വചനം പാലിക്കുന്ന ദൈവത്തിന്റെ കൃപയിലുള്ള സ്വന്തം മകൾ കർത്താവിനെ വിളിച്ചു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന്. അപ്പോൾ ഈ തിന്മയുടെ മധ്യത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ അവൾ എന്ത് ചെയ്തു? കർത്താവായ ദൈവം ഓർത്തുന്ന മകൾ വിളിച്ചിടത്തോട്ടൊന്ന് ഇറങ്ങി വന്നേക്കാവുന്ന ഓർത്ത് ചാപ്പലിൽ ഇറങ്ങി വന്നതാണ് അവിടെ ഈ പണി നടന്നത്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന്റെ വചനം കൊണ്ട് പാലിച്ചു കഴിയുമ്പോൾ, ഇനി ബാക്കിയും കൂടെ ഒന്ന് വായിച്ചേ. ദൈവ മനുഷ്യനെ അനശ്വരതി അല്ല, 4-ാം അധ്യായത്തില് 15-ാമത്തെ വചനം. ജനതകൾ കണ്ടു പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും. വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും. പ്രിയമുള്ളവരെ ഓർത്തോണം. അതുകൊണ്ട് നിങ്ങൾ ഇതാ നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ദൈവവചനം നിങ്ങൾ പാലിച്ചാൽ, പ്രിയമുള്ളവരെ, കർത്താവിന്റെ തിരുവചനങ്ങളോട് വിശ്വസ്തനാകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് കൃപ വരും. അത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും വരും. ഒരു കൊച്ച് കർത്താവിന്റെ വചനം പാലിച്ചാൽ ദൈവകൃപ വരും. കുഞ്ഞു വചനം പാലിച്ചാൽ, പ്രിയമുള്ളവരെ, അമ്മ ശരിയല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയോ? ഈ അമ്മ തന്നെ കൊച്ചുങ്ങളെ നശിപ്പിച്ചു കളയും. അങ്ങനെയുണ്ട്. നല്ല കൃപയിൽ ഒരു ദിവസം ജീവിക്കാണ്ട് കൊച്ച്, നല്ല ദൈവകൃപയുണ്ടെന്ന് തെളിയിക്കുകയും കൂടെ ചെയ്തു. അപ്പോഴാണ് ഒരു ദിവസം അമ്മയ്ക്ക് ദേഷ്യം കയറിയത്. അമ്മ പറഞ്ഞു, നിന്റെ ഒരു 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ അവൾ പഠിക്കാൻ പോകത്തുള്ളൂ, പഠനത്തിൽ നല്ല ഉന്നതിയായിട്ട്. ഒരു ദിവസം അമ്മ ഒരൊറ്റ പറച്ചില്, നിന്റെ ഈ മുടിഞ്ഞ പ്രാർത്ഥന കാരണം മടുത്തെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ കൊച്ചിനൊരു ഭയം ഉള്ളിൽ കയറി. അന്ന് തൊട്ട് അവൾ പ്രാർത്ഥന നിർത്തി. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നിർത്തി ആഴ്ചകൾക്കുള്ളിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, കൊച്ചിനെ ഒന്നും വഴക്ക് പറയണ്ട, വേറെന്തോ കാരണമുണ്ട്. തിന്മയുടെ ശക്തി ഈ കൊച്ചിന്റെ മേൽ ഒന്നാഞ്ഞടിക്കാൻ എന്തോ കാരണമുണ്ട്. കൗൺസിലിംഗ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥന നിർത്താൻ കാരണം അമ്മ പറഞ്ഞ വാക്കാണ്. അമ്മ പറഞ്ഞ വാക്കിന്റെ പ്രത്യേകത എന്നായിരുന്നറിയോ? പ്രിയമുള്ളവരെ, ആ വാക്കിനകത്ത് പൈശാചിക സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി പ്രാകുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ, ശപിക്കുകയോ മുടിഞ്ഞു പോകൂടാ എന്നൊക്കെ നമ്മൾ ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തിന്മയുടെ ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയും. ഇല്ലേ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ചില അമ്മമാർ ഓർത്തോണം, നിങ്ങൾ വീട്ടിൽ കിടന്ന് ഈ വലിച്ചു കീറുവിട, നിന്നെ കീറുവിട എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവാണ്. ആ ദുഷ്ടാത്മാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിക്കും. നിങ്ങൾ പ്രാഗ്യം കൊണ്ട് ആർക്കൊന്നും പറ്റുകയില്ല. പക്ഷേ നിങ്ങൾ ഈ പ്രാകുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്കെല്ലാം തിന്മയുടെ ശക്തി പ്രവേശിച്ച് അവർക്ക് ബന്ധനം ഉണ്ടാക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആണ് തിന്മയുടെ സ്വാധീനം മനുഷ്യരിലേക്ക് വരും, വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയുടെ വാക്ക് കേൾക്കണം. ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഓണാക്കി പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നല്ല സുവിശേഷ വചനങ്ങൾ കേൾക്കണം. അനേകം വൈദികരുടെ,
ഒക്കെ ആയിരക്കണക്കിന് തിരുവചനങ്ങളാണ് ഇതിനുള്ളിലൊക്കെ കിടക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈ സിനിമയൊന്നും കാണാൻ പോകരുത്, നമ്മൾ കഥാപ്രസംഗം കേൾക്കാനും പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? നല്ല വചനങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് നേരം, 20 മിനിറ്റ് നേരം, അരമണിക്കൂർ നേരം പ്രിയമുള്ളവരെ തിരുവചനങ്ങൾ കേൾക്കാൻ തുടങ്ങണം. തിരുവചനങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് ആ പരിശുദ്ധാരൂപി കടന്നു വരും, പരിശുദ്ധാത്മാവ് കടന്നു വരും. ആ കേൾക്കുന്ന വചനത്തിൽ കൂടെ വചനം ആണ് പറയുന്നതെങ്കിൽ, ബൈബിളിൽ നിന്നാണ്, യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരും. ആ അഭിഷേകം നിങ്ങളെ നിലനിർത്തും. അനേകം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും പ്രിയമുള്ളവരെ, ഞാൻ ഈ പാലാ ഭാഗത്തോട് ഈ അടുത്ത കാലത്ത് വരികയാണ്. അപ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് മുട്ടം ഭാഗത്തൂടെ വണ്ടി ഹൈറേഞ്ച് ഇറങ്ങി. അപ്പൊ ഈ സ്വീഡൻകാരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ വലിയ ബസ്സാണ്, അതൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതിന്റെ ബ്രേക്ക് ചൂടായി, ബ്രേക്ക് പോയി. അപ്പൊ ബ്രേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് കയറ്റി കിട്ടും. അപ്പൊ ഞാൻ ആ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ, ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഡ്രൈവർ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അന്നേരമാണ് ഡ്രൈവറോട് ചോദിച്ചാൽ എവിടെ പോയതാന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു പിതാവിനെയും കൊണ്ട് ഇടുക്കിക്ക് പോയതാന്ന്. അപ്പൊ ഈ പാലാ ഭാഗത്ത് പ്രിയമുള്ളവരെ, പിതാവ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ഇവിടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, വലിയ സംഭവമാണ്. അവിടെ അങ്ങനെയല്ല, പിതാവ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണ്. അപ്പോൾ പിതാവ് ബസ്സേലോ എന്നാ ഒന്ന് കണ്ടേക്കാവെന്ന് ഓർത്ത് പ്രിയമുള്ളവരെ, പിതാവിനെ കാണാനായിട്ട് ആ കടക്കാരൻ ഒരാൾ ടയർ നിറയ്ക്കുന്നൊരു പാർട്ടിയാണ്. പതുക്കെ വന്ന് ഗ്ലാസിനിടയിൽ വന്ന് വെച്ച് കൈകൂപ്പിക്കാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞു തീർന്നില്ല, ഞാൻ ഡോർ തുറന്നു. എന്നെ കണ്ടേ ഉടനെ എന്നോട് ചോദിച്ചു, പിതാവല്ലേ ശാലോം പ്രസംഗം നടത്തുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പുള്ളി അങ്ങ് ഓടി. പുള്ളി ഓടിപ്പോയി പ്രിയമുള്ളവരെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഡ്രൈവർ തൊട്ടടുത്ത് അവിടെ അപ്പുറത്ത് വന്ന കടക്കാർ എല്ലാവരുടെ കൂടി എന്ത് ചെയ്യണം, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗം കാണുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്നാ സംഭവം. ഞാൻ പറഞ്ഞു ഇവരെന്നെ കളിയാക്കുകയാണോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇവരെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ ഡ്രൈവർ കയറി വന്നിച്ച് പറഞ്ഞു, ഇതാ ഈ ശാലോം ടെലിവിഷനിലെ പ്രസംഗം മുഴുവൻ ഈ കടക്കാർ എന്ത് ചെയ്തിരിക്കുകയാണ്, പല ആളുകളുടെ കൊട്ടായിലച്ചൻ മറ്റവരുടെയൊക്കെ പ്രസംഗം ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗമുണ്ട്. അപ്പൊ എന്നെ കണ്ട ഉടനെ പ്രിയമുള്ളവർ അവർ ഈ പ്രസംഗം ഇട്ട് അവിടെയെല്ലാം കേൾപ്പിക്കും. അതേ ഇതുണ്ടോ, ഈ തിരുമേനിയാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവരെല്ലാം പറഞ്ഞു എന്നെ എന്തായാലും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ, ഞാൻ പറയും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. എനിക്ക് നാണമായിപ്പോയി. അപ്പൊ പ്രിയമുള്ളവർ, ഇങ്ങനെ തിരുവചനങ്ങൾ കേൾക്കണം, തിരുവചനങ്ങൾ. അപ്പം നമ്മളിതുപോലെ വചനങ്ങൾ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേൾക്കാറുണ്ട്. പറയുമ്പോൾ എല്ലാ ദിവസവും സാധിക്കുമ്പോൾ 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ ഏതെങ്കിലും സുവിശേഷ പ്രഘോഷകരുടെ വചനം അരമണിക്കൂർ, 1 മണിക്കൂർ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമുക്കറിയാവുന്ന കാര്യമായിരിക്കാം ഒരു പക്ഷേ പറയുന്നത്, എങ്കിൽ പോലും കേട്ട കാര്യം തന്നെ ആയിരിക്കാം. വീണ്ടും വീണ്ടും നമ്മൾ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് അഭിഷേകം വരും. തിന്മയുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവർ നിങ്ങളെ ശപിക്കുക, പഴിക്കുക, ഇതൊക്കെ നിങ്ങൾ കേട്ടാൽ നമുക്കെന്ത് പറ്റും? തിന്മയുടെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാ നന്മ കേട്ട് 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 നന്മ ചെയ്ത് 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 നമ്മുടെ ആത്മാവിലേക്ക് നന്മ വരണം. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പക്വതയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വർദ്ധനായതുപോലെയുള്ള കൃപ ചെറുപ്പത്തിൽ തന്നെ നമ്മളുണ്ടാകും. കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഒരു വൃദ്ധന് കിട്ടേണ്ട അത്രയും കൃപ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ മരണമൊക്കെ നല്ല വിശുദ്ധ മരണമായിരിക്കും, നല്ല അനുഗ്രഹിക്കപ്പെട്ട മരണമായിരിക്കും അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൊച്ചു ജീവിതങ്ങളെ നമുക്കുള്ളൂ. ആ ജീവിതം ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരാൻ വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കണ്ണുകൾ അടച്ച്, നമ്മളെല്ലാവരും പാപികളാണ്, പക്ഷേ കർത്താവ് വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. നമ്മളെല്ലാവരും പാപികളാണ്, കർത്താവ് വിചാരിച്ചാൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റും. നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പിഴവുകൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്, പക്ഷേ കർത്താവ് വിചാരിച്ചാൽ ആ പിഴവുകളെല്ലാം മായ്ച്ചു കളയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്, സഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഇത് സാധ്യമാണ്. നമ്മുടെ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന, നമ്മൾ എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിവില്ല,
എനിക്കിങ്ങനത്തെ വിളിയില്ല, എനിക്കിങ്ങനെ തോന്നിയാസം ജീവിക്കാനാണ് എൻ്റെ വിളി, അല്ലെ പാപം ചെയ്ത് ജീവിക്കാനാണ്, എനിക്ക് ഇങ്ങനെയുള്ള വിളിയാണ് കിട്ടിയിരിക്കുന്ന ഒരു തോന്നലാണ് പല അൽമായ സമൂഹത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവർ, ഇന്ന് ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അൽമായ സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സാധിക്കുന്നിടത്തോളം നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. പാപങ്ങൾ ചെയ്യുന്നതെല്ലാം കുമ്പസാരിച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ട് അത് എടുത്തു മാറ്റാൻ വേണ്ടി കർത്താവിനോട് ആവശ്യപ്പെടുക. ദൈവമേ, ഈ പാപം ഇനി ഒരിക്കലും ഞാൻ ചെയ്യാതിരിക്കട്ടെ, ഈ പ്രവൃത്തി ഒരിക്കലും എന്നിൽ നിന്ന് വരാതിരിക്കട്ടെ. തമ്പുരാൻ കരുണ ചെയ്താൽ ഇതൊക്കെ നമ്മൾ നീങ്ങിപ്പോകും. അങ്ങനെ നമ്മൾ കൃപയുള്ളവരായിത്തീരും. ഇന്ന് ജ്ഞാനത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അധർമ്മികൾ ലോകത്തിലുണ്ട്, അവരൊരിക്കലും മാഞ്ഞു പോകത്തില്ല, അവരവിടെ ഇങ്ങനെ എന്നും ഉണ്ട്. യേശുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. കർത്താവിന്റെ വചനം പാലിക്കുന്നവരെയും അതുപോലെ നന്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെയും പീഡിപ്പിച്ച ചരിത്രം ഉണ്ട്. പഴയ നിയമകാലത്തും ഉണ്ടായിരുന്നു, അത് പുതിയ നിയമത്തിലുമുണ്ട്, അപ്പോസ്തലന്മാരുടെ കാലത്തുമുണ്ട്, നമ്മുടെ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് ഞാൻ ഇനി നന്നായി ജീവിക്കാമെന്ന് വിചാരിക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന, അതുപോലെ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടെല്ലാം നമുക്ക്